الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين أما بعد. സ്നേഹമുള്ള സഹോദരങ്ങളെ, സൂറത്തുൽ ഫാത്തിഹയിലെ അർ-റഹ്മാൻ റഹീം എന്ന ആയത്തിലെ അർ-റഹീം എന്ന നാമമാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ഹ്രസ്വമായി ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അർ-റഹീം എന്ന നാമം അല്ലാഹു തന്റെ ദാസന്മാരോട് കരുണ കാണിക്കുന്നതിനെ സൂചിപ്പിക്കുന്ന, തന്റെ ദാസന്മാരോട് കരുണ കാണിക്കുന്നതിനെ അർത്ഥമാക്കുന്ന ഒരു നാമമാണ്. പരിശുദ്ധ ഖുർആനിൽ 114 തവണ അർ-റഹീം എന്ന അള്ളാഹുവിന്റെ ഈ നാമം ആവർത്തിച്ചു വന്നിട്ടുണ്ട്. ബിസ്മിയിലും അതുപോലെ തന്നെ സൂറത്തുൽ ഫാത്തിഹയിലും വന്നതുപോലെ അർ-റഹ്മാൻ എന്ന നാമത്തോടു കൂടി ചേർന്നുകൊണ്ടാണ് അർ-റഹീം എന്ന നാമം പലപ്പോഴും വന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ മറ്റേതെങ്കിലും നാമത്തോട് ചേർന്ന് കൊണ്ടായിരിക്കും പരിശുദ്ധ ഖുർആനിൽ അർ-റഹീം എന്ന നാമം വന്നിട്ടുള്ളത്. 6 തവണയാണ് പരിശുദ്ധ ഖുർആനിൽ അർ-റഹ്മാൻ എന്ന നാമത്തോടു കൂടി അർ-റഹീം എന്ന നാമം വന്നിട്ടുള്ളത്. എന്നാൽ അർ-റഊഫ്, അൽ-ഗഫൂർ, അത്ത്-തവ്വാബ്, അൽ-അസീസ് എന്നീ നാമങ്ങളോട് ചേർന്ന് അർ-റഹീം എന്ന നാമം കൂടുതലായി വന്നിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആനിൽ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അതെന്തുകൊണ്ടാണ്? പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ആ നാമങ്ങളൊക്കെ അർ-റഊഫ്, അൽ-ഗഫൂർ, അത്ത്-തവ്വാബ് ഈ രൂപത്തിലുള്ള നാമങ്ങളൊക്കെ അത് അറിയിക്കുന്നത് അള്ളാഹു പ്രത്യേകമായ ആളുകൾക്ക്, വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അതെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുക എന്ന് പറയുന്നത്, അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുക എന്ന് പറയുന്നതൊക്കെ പ്രത്യേകമായ അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹമാണ്. അത് സത്യവിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്നതാണ്. അതുകൊണ്ടാണ് ആ നാമത്തോടു കൂടി ചേർന്നുകൊണ്ട് അർ-റഹീം എന്ന അള്ളാഹുവിന്റെ നാമം അത് അതിനോട് ചേർന്നുകൊണ്ട് പലപ്പോഴുമായി കൂടുതലായി പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. കാരണം എന്താ? ആ നാമം അറിയിക്കുന്ന കാരുണ്യം അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമാണ്. അത് സത്യവിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമാണ് എന്ന് നമുക്ക് കാണാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. ഒരു ഹദീസ്, ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസ് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അള്ളാഹുവിന് 100 കാരുണ്യമുണ്ട്. അവയിൽ നിന്ന് ഒന്ന് അവൻ ജിന്നുകൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഇഴജന്തുക്കൾക്കും ഇടയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ കരുണ കൊണ്ട് അവർ അന്യോന്യം അലിവ് കാണിക്കുകയും അന്യോന്യം കരുണ കാണിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് വന്യമൃഗങ്ങൾ അവയുടെ കുഞ്ഞുങ്ങളോട് മയത്തിൽ പെരുമാറുന്നത്. അള്ളാഹു 99 കാരുണ്യത്തെ പിന്തിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൻ തന്റെ ദാസന്മാരോട് അന്ത്യനാളിൽ കരുണ കാണിക്കും. ഇത് പ്രത്യേകമായ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. അത് സത്യവിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യമാണ്. വിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറഞ്ഞില്ലേ, സയുദ്ഖിലുഹുമുല്ലാഹു ഫീ റഹ്മതി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അള്ളാഹു അവരെ തന്റെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. തീർച്ചയായും അള്ളാഹു ഏറെ പൊറുക്കുന്നവനും റഹീമുമാണ്, കരുണാനിധിയുമാണ് എന്ന് സൂറത്തു തൗബയിലെ 99-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ സൂറത്ത് അഅ്റാഫിലെ 156-ാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു പറയുന്നു, എന്നാൽ ധർമ്മനിഷ്ഠ പാലിക്കുകയും സക്കാത്ത് നൽകുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായ ആളുകൾക്ക് പ്രത്യേകമായി ഞാൻ ആ കാരുണ്യം അത് രേഖപ്പെടുത്തുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ സഹോദരങ്ങളെ, അർ-റഹീം എന്ന അള്ളാഹുവിന്റെ അത്യുത്തമമായ നാമം അത് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സുന്നത്തിലും ഹദീസുകളിലും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് ഈ അള്ളാഹുവിന്റെ അർ-റഹീം എന്ന നാമം. അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, ലൗ അന്നൽ ഇബാദ ലം യുദ്നിബു, തന്റെ ദാസന്മാർ
അവർ പാപം ചെയ്യുന്നില്ല എങ്കിൽ ലഖലഖല്ലാഹു ഖൽഖൻ യുദ്നിബൂൻ, അല്ലാഹു പാപം പ്രവർത്തിക്കുന്ന സൃഷ്ടികളെ സൃഷ്ടിക്കും. എന്നിട്ടോ സുമ്മ യഗ്ഫിറു ലഹും, എന്നിട്ട് അല്ലാഹു അവർക്ക് പൊറുത്തു കൊടുക്കുകയും ചെയ്യും. വഹുവൽ ഗഫൂറുർ റഹീം, നിശ്ചയം അവൻ പൊറുക്കുന്നവനും റഹീമുമാണ്, കരുണ കാണിക്കുന്നവനുമാണ് എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. എന്താ സഹോദരങ്ങളെ ഈ ഹദീസിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അള്ളാഹുവിന്റെ ദാസന്മാർ ഒരു തെറ്റും ചെയ്യുന്നില്ല, എല്ലാ ദാസന്മാരും ഒരു പാപവും ചെയ്യാതെ ജീവിക്കുകയാണ് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ ചെയ്യുന്ന ചില ആളുകളെ സൃഷ്ടിക്കുന്നതാണ്. അള്ളാഹു പാപം ചെയ്യുന്ന ആളുകളെ സൃഷ്ടിക്കുകയും എന്നിട്ട് അവർക്ക് പൊറത്തു കൊടുക്കുകയും ചെയ്യുമെന്ന്, അള്ളാഹു പൊറുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന് അള്ളാഹുവോട് തൗബ ചെയ്യുവാൻ വേണ്ടിയിട്ട്, അള്ളാഹുവോട് പശ്ചാത്തപിക്കുവാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഹദീസാണ് ഇത്. പണ്ഡിതന്മാർ ഈ ഹദീസിനെ കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പൊറുത്തു കൊടുക്കുമെന്നതിന്റെ പ്രാധാന്യം പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് നമ്മെ അറിയിക്കുന്നത്. എന്നാൽ സഹോദരങ്ങളെ, ഇതൊരിക്കലും തെറ്റുകൾ ചെയ്യാനുള്ള ലൈസൻസ് ആയി കാണേണ്ട ഒരു ഹദീസല്ല. തെറ്റ് ചെയ്യാത്ത ആളുകളെ ഉണ്ട് എങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തെറ്റ് ചെയ്യുന്ന ഒരു തലമുറയെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് പശ്ചാത്തപിപ്പിക്കുകയും അതുപോലെ തന്നെ പൊറുക്കലിനെ തേടുകയും ഒക്കെ ചെയ്തുകൊണ്ട് അള്ളാഹ് പൊറുത്തു കൊടുക്കും അവർക്ക് എന്ന്. അള്ളാഹു പൊറുക്കുന്നവനാണ്, അതുപോലെ തന്നെ അള്ളാഹു റഹീമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ തെറ്റു ചെയ്തുകൊണ്ട് പിന്നീട് പശ്ചാത്തപിച്ചുകൊണ്ട് ആത്മാർത്ഥമായി അള്ളാഹുവോട് പശ്ചാത്തപിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുക എന്ന് പറയുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടിയിട്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം നമ്മെ ഉണർത്തിയിട്ടുള്ളത്. തെറ്റുകൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അപ്പോൾ അള്ളാഹു എന്താണ്? അള്ളാഹു അൽ ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, റഹീമാണ്, കരുണ കാണിക്കുന്നവനാണ് എന്നർത്ഥം. അതുകൊണ്ട് തെറ്റു ചെയ്തു കഴിഞ്ഞാൽ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവോട് ഇസ്തിഗ്ഫാർ നമ്മൾ നടത്തണം. ലൗലാ തസ്തഗ്ഫിറൂനല്ലാഹ ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് അള്ളാഹുവോട് പാപമോചനം തേടിക്കൂടെ എന്ന് പരിശുദ്ധ ഖുർആൻ ചോദിക്കുക. എന്നാൽ എന്താ? ലഅല്ലക്കും തുർഹമൂൻ, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാമെന്ന് സൂറത്തുൻ നംലിലെ 46-ാമത്തെ ആയത്തിൽ പറയാം. ഒന്ന് നോക്കൂ സഹോദരങ്ങളെ, ഇസ്തിഗ്ഫാർ നടത്തിക്കഴിഞ്ഞാൽ, അള്ളാഹുവോട് പാപമോചനം നമ്മൾ തേടിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കാരുണ്യം നേടുവാൻ വേണ്ടിയിട്ട് കഴിയും. അള്ളാഹു റഹീമാണ്, അള്ളാഹുവിന്റെ റഹ്മത്ത് നമുക്ക് കിട്ടുവാൻ കാരണമാകും. എന്താ അതിന് കാരണം? അള്ളാഹുവോട് നമ്മൾ പാപമോചനം തേടണമെന്ന് പഠിപ്പിക്കുകയാണ് അർത്ഥം. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അർ റഹ്മാൻ എന്ന അള്ളാഹുവിന്റെ നാമം അത് അറിയിക്കുന്ന കാരുണ്യം അത് അള്ളാഹുവിന്റെ പ്രത്യേകമായ കാരുണ്യമാണ്. അത് വിശ്വാസികൾക്ക് മാത്രം ലഭിക്കുന്ന കാരുണ്യമാണ്. ആ കാരുണ്യം നേടിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള വഴികൾ എന്തൊക്കെയാണ് എന്ന് കൃത്യമായി കൊണ്ട് പരിശുദ്ധ ഖുർആൻ, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ ഇത് കൃത്യമായി സഹോദരങ്ങളെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക, അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം നമുക്ക് കിട്ടും. എങ്ങനെയാ? സൂറത്ത് ആൽ ഇമ്രാനിലെ 132-ാമത്തെ ആയത്തിൽ പറയാ, വാതിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവേയും റസൂലിനെയും അനുസരിക്കുക, എങ്കിൽ നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാം. ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം നൽകപ്പെട്ടേക്കാമെന്ന് സൂറത്ത് ആൽ ഇമ്രാനിൽ പറയുന്നു. അതുപോലെ തന്നെ ഖുർആൻ പിൻപറ്റിക്കൊണ്ട് തഖ്വയിൽ ജീവിക്കുകയാണ് എങ്കിൽ സഹോദരങ്ങളെ അവിടെയും പറയുന്നുണ്ട് നിങ്ങൾക്ക് കാരുണ്യം ലഭിക്കുമെന്ന്. വഹാദാ കിതാബും അൻസൽനാഹു മുബാറകും ഫത്തബിഊഹു വത്തഖൂ ലഅല്ലക്കും തുർഹമൂൻ, ഇതാകട്ടെ നാം അവതരിപ്പിച്ച നന്മ നിറഞ്ഞ ഗ്രന്ഥമാണ്. പരിശുദ്ധ ഖുർആനിനെ കുറിച്ചാണ് പറയുന്നത്, നന്മ നിറഞ്ഞ ഒരു ഗ്രന്ഥം. അതിനെ നിങ്ങൾ പിൻപറ്റുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്യണം. നിങ്ങൾ തഖ്വയോടുകൂടി നിങ്ങൾ ജീവിക്കണം ഈ ഖുർആൻ പിൻപറ്റിയിട്ട്. അപ്പോൾ എന്താ? ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിലെ 155-ാമത്തെ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുക. ഇനി അതുപോലെ തന്നെ ഖുർആൻ പാരായണം, ആ ഖുർആൻ പാരായണം നമ്മൾ സശ്രദ്ധം കേട്ടുകഴിഞ്ഞാൽ, നമ്മൾ മൗനം ദീക്ഷിച്ചിരുന്നു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കും. സൂറത്ത് അറാഫിലെ 204-ാമത്തെ ആയത്താണ്. സഹോദരങ്ങളെ, നമ്മളുടെ ഈ ക്ലാസ് റൂമിൽ എന്നും ദിവസവും അള്ളാഹുവിന്റെ ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട്. ആ ഖുർആൻ പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥം ഇവിടെ ഒരായത്തോ രണ്ടായത്തോ ആയിക്കൊണ്ട് നമ്മുടെ ഖുർആൻ ലേണിംഗ് ക്ലാസ്സിലൂടെ ഇടുമ്പോൾ അത് നമ്മൾ സശ്രദ്ധം കേൾക്കണം.
അത് കേട്ടുകഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കുമെന്ന വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഉ ലഹു വഅൻസിതു ലഅല്ലകും തുർഹമൂൻ. ഖുർആൻ പാരായണം ചെയ്യപ്പെട്ടാൽ നിങ്ങൾ അത് ശ്രദ്ധിച്ചു കേൾക്കുക, നിശബ്ദത പാലിക്കുകയും ചെയ്യണം. എന്താ കാരണം? എന്താണ് അതിന്റെ റിസൾട്ട്? ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാമെന്ന് അള്ളാഹു പറയുകയാണ്. ഇതേപോലെ തന്നെ നമസ്കാരം യഥാവിധം നിർവഹിക്കുകയും സക്കാത്ത് കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കുമെന്ന് സൂറത്തുൻ നൂറിലെ 56-ാമത്തെ ആയത്ത്. വഖീമുസ് സ്വലാത്ത വഅതുസ് സകാത്ത വഅതിഉർ റസൂല ലഅല്ലകും തുർഹമൂൻ, നിങ്ങൾ നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകുകയും റസൂലിനെ അനുസരിക്കുകയും ചെയ്യുവിൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാമെന്നാണ്. അതേപോലെ തന്നെ സഹോദരങ്ങൾക്കിടയിൽ സുലുഹുണ്ടാക്കി കഴിഞ്ഞാൽ അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം ലഭിക്കും. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വത്തും ഫഅസ്ലിഹു ബൈന അഖ്വൈക്കും വത്തഖുല്ലാഹ് ലഅല്ലകും തുർഹമൂൻ. സത്യവിശ്വാസികൾ പരസ്പരം സഹോദരങ്ങൾ തന്നെയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ രണ്ട് സഹോദരങ്ങൾക്കിടയിൽ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, നിങ്ങൾ അള്ളാഹുവെ സൂക്ഷിക്കുകയും ചെയ്യണം, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാമെന്ന് സൂറത്ത് ഹുജറാത്തിലെ 10-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പടപ്പുകളോട് മറ്റു സൃഷ്ടികളോട് നമ്മൾ കരുണ കാണിക്കാൻ ഇന്നമാ യർഹമുല്ലാഹ് മിൻ ഇബാദിഹിർ റഹ്മാൻ, നിശ്ചയം തന്റെ ദാസന്മാരിൽ കരുണയുള്ളവരിൽ മാത്രമാണ് അള്ളാഹു കാരുണ്യം ചൊരിയുന്നത് എന്ന് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ ലാ യർഹമു ലാ യുർഹം, കരുണ കാണിക്കാത്തവർക്ക് കരുണ നൽകപ്പെടുകയില്ല എന്ന് ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ തന്നെ കാണാം. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, ഇർഹമു മൻ ഫിൽ അർള് യർഹംകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ആകാശത്തിലുള്ളവൻ അന്നേരം നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. ഭൂമിയിലുള്ള ആളുകളോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ള അള്ളാഹു നമ്മളോട് കരുണ കാണിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ അർ റഹ്മാൻ എന്ന നാമം, ഈ നാമം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ധാരാളം ദുആകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം മാത്രം ഇവിടെ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ച ഒരു ദുആ ഇമാം ബുഖാരിയും അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഈ ഒരു ഹദീസ് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. അല്ലാഹുവേ, ഞാൻ എന്നോട് തന്നെ ധാരാളം അന്യായം പ്രവർത്തിച്ചിട്ടുണ്ട്, നീയല്ലാതെ പാപങ്ങൾ പൊറുക്കുകയില്ല, അതുകൊണ്ട് നിന്നിൽ നിന്നുള്ള പാപമോചനം നീ എനിക്ക് കനിയണമേ, നീ എന്നോട് കരുണ കാണിക്കണമേ, നീ പാപങ്ങൾ പൊറുത്ത് മാപ്പേകുന്നവനും കരുണ ചൊരിയുന്നവനുമല്ലേ എന്ന ദുആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിക്കുകയാണ്. ഇതിൽ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം, നീ പുറത്തു കൊടുക്കുന്നവനും കരുണ കാണിക്കുന്നവനുമാണ് എന്ന അള്ളാഹുവിന്റെ ആ നാമം അവിടെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് സഹോദരങ്ങളെ, അത് വസീലയാക്കിക്കൊണ്ടാണ് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നത് എന്ന് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിലൂടെയും ഹദീസിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന ആ ജീവിത രേഖ നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇഹ്സാനോട് കൂടിയിട്ട് വർത്തിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഇന്ന റഹ്മത്തുള്ളാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, തീർച്ചയായും അള്ളാഹുവിന്റെ കാരുണ്യം സൽക്കർമ്മകാരികൾക്ക് സമീപസ്ഥമാകുന്നു എന്നാണ് പറയുന്നത്. സൂറത്ത് അഹ്റാഫിൽ 56-ാമത്തെ ആയത്താണ്. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം, ആ റഹ്മത്ത്, അത് കിട്ടണമെങ്കിൽ അത് സൽക്കർമ്മകാരികളായിട്ടുള്ള ആളുകളുടെ സമീപത്ത് തന്നെയാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അഹ്റാഫിലെ 56-ാമത്തെ ആയത്തിൽ പറയുകയാണ്, നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒരു സൽക്കർമ്മകാരിയായിക്കൊണ്ട് ഇഹ്സാനോട് കൂടിയിട്ട് മുഹ്സിനായിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് കഴിയേണ്ടതുണ്ട്, അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ അത്യുത്തമമായ രണ്ട് നാമമാണ് സഹോദരങ്ങളെ അർ റഹ്മാനും അർ റഹീമും എന്ന നാമങ്ങൾ. ഈ രണ്ട് നാമങ്ങളും എടുത്തു പറയുന്ന ഒരു ആയത്താണ് സൂറത്തുൽ ഫാത്തിഹയിലെ അർ റഹ്മാനിർ റഹീം എന്ന ആയത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ആരെങ്കിലും നമസ്കാരത്തിൽ അർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, അസ്നാ അലയ്യ അബ്ദി, എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുള്ളതാണ്.
എങ്ങനെ? എന്റെ അടിമ എന്നെ പുകഴ്ത്തിയിരിക്കുന്നു എന്ന്. അപ്പൊ അള്ളാഹുവിന്റെ ഈ രണ്ട് നാമങ്ങൾ, അർ റഹ്മാൻ എന്ന നാമം, അതുപോലെ തന്നെ അർ റഹീം എന്ന് പറയുന്ന ഈ രണ്ട് നാമങ്ങളും അത് അള്ളാഹുവെ പുകഴ്ത്തലായിക്കൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അത് നമുക്ക് അറിയിച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ ആ പുകഴ്ത്തലിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളതിന്റെ അത് നമ്മൾ ഇൻഷാ അല്ലാഹ് അത് നമ്മൾ അൽഹംദുലില്ലാ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അർ റഹ്മാൻ അർ റഹീം എന്ന അള്ളാഹുവിന്റെ രണ്ട് നാമങ്ങൾ, അതിന്റെ പ്രാധാന്യമാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സുകളിലായി ചർച്ച ചെയ്തത്. ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നമസ്കരിക്കുമ്പോഴും അതല്ലാത്തപ്പോഴുമൊക്കെ ഈ നാമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവോട് അടുക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ആഴം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ആത്മാർത്ഥമായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതുണ്ട്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ.